ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനക് ഫാഷൻ ടേക്ക്. എന്തെല്ലാടി വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കണ്ടോ കുറേ സംഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് ലേസാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സിലും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലേസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബോ സെറ്റാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ള ഒരു തരം എന്താണ് ലേസാണ് കേട്ടോ. നമുക്ക് ഷോളിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കാം, നെക്ക് പീസിൽ, അതായത് നെക്കിൽ വെക്കാം, കൈയുടെ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലേസ്. റിബൺ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. നമുക്ക് ഒരു വെൽവെറ്റ് പോലെ ഉള്ളതാണ് കേട്ടോ. ഇത് ഇളകി പോത്തൊന്നുമില്ല. നല്ല രസമല്ലേ? നമുക്ക് ബ്ലാക്ക് കളർ ഷോളിലൊക്കെ ഇത് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? റെഡിൽ തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് അടിക്കാം, അടിപൊളിയായിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഹെയർ ആക്സസറീസ് ചെയ്യുന്നവർക്കും ഇത് ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, കാണുന്നോ നിങ്ങൾ? നല്ല ഗ്ലേസിങ് ആണ്. ഇത് ഇളകി പോകുന്ന മിനുക്കല്ല കേട്ടോ. ചിലത് നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും ഗിൽറ്റർ നമ്മുടെ കയ്യിൽ പറ്റും. ഇത് അങ്ങനത്തെ അല്ല, ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. അപ്പോൾ റെഡ് കളറുണ്ട്, അതിൻ്റെ തന്നെ അതെ ഈ ഒരു ബ്ലൂ കേട്ടോ. നല്ല രസമുള്ളൊരു ബ്ലൂവേ. നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൈറ്റായിട്ടാണ് തോന്നുന്നത്. എനിക്ക് പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത് കൊണ്ടായിരിക്കും ലൈറ്റ് ബ്ലൂ ആയിട്ട് തോന്നുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ. പിന്നെ ഗോൾഡ് കളർ, ഇതൊരു ആൻറ്റിക് കളറും ഇത് ഗോൾഡ് കളറും കേട്ടോ. ഇതൊരു ആൻറ്റിക് കളറാണേ, ഇത് ഗോൾഡ്. പിന്നെ അതേ ഒരു പീച്ച് ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 5 ഷെയ്ഡിലാണ് ഈ ഒരു സംഭവം വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഹെയർ ബോയിലാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഹെയർ ബോയിൽ ഇത് എങ്ങനെയാണ് വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ പ്ലാസ്റ്റിക് ബോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. റെഡിൽ തന്നെ ചെയ്യാം. എപ്പോഴും റെഡ് ഒരു ഇടിവെട്ട് കളറാണല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ബോ കേട്ടോ എടുത്തേക്കുന്നത് 1/2 ഇഞ്ച്. അതിനെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് കൊടുക്കാം. അനു അവിടെ ഇതുകൊണ്ടിരിക്കുന്ന ഗ്ലൂവിനെടുത്താനും വലുത് മതി. അപ്പം ഞാനിതിൽ യൂസ് ചെയ്യുന്നത് B7000 ഗ്ലൂ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിച്ച് ഇതിൻ്റെ പന്തീരടി വന്നിരിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് ബോ ഈ ഒരു സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഇതേ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കണ്ടോ, രസമല്ലേ? നമ്മൾ മറ്റേ ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്യത്തില്ലായിരുന്നോ? സെയിം തന്നെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, മാഷാ അല്ലാഹ്. ഓക്കെ, ഇതേമാതിരി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറൊക്കെ ഇതിൽ വെച്ച് കൊടുത്താൽ രസം ഉണ്ടാവൂല്ലേ? ഞാൻ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. അതുപോലെ ഞാൻ എൻ്റെ ടേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സൈഡ് വേണമെങ്കിൽ ഈ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ മടക്കി ഒട്ടിക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. സെയിം റെഡ് കളർ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും തോന്നല്ലേ? ഇതേ പശ കുറേ ഉപയോഗിച്ച് എനിക്കിതങ്ങോട്ട് കട്ട പിടിച്ചിരിക്കുവാന്ന് തോന്നുന്നു. വരാൻ പറ്റും ബുദ്ധിമുട്ട്. നമുക്കിത് മൊത്തത്തിൽ പശയാക്കി കൊടുക്കാം. നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാം. തേച്ച് അത്രയും ഭാഗം പൊട്ടിച്ച് പോവാം കേട്ടോ. ഇച്ചിരി ഒന്ന് എക്സ്ട്രാ ഇട്ടിട്ട് ഒട്ടിക്കാം, ഇത്തിരി പൂരം. അതായത് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് മടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒന്ന് എക്സ്ട്രാ വിട്ട് കൊടുക്കാം. ഇത് ഇത്രയും കണ്ടോ, ഇത്ര ഭാഗം നമുക്കിങ്ങനെ അകത്തോട്ട് മടക്കി വെക്കാം. ഫിനിഷിങ് വരണമല്ലോ. അപ്പോൾ ഷോപ്പിലത്തോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. എളുപ്പമായിരിക്കും, വർക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യുമേ. അപ്പോൾ ഷോപ്പിലൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്കുകൾ ചെയ്യാം. ഓക്കെ, ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ പരിപാടി കഴിയും. അനുമ്മയുടെ ടേപ്പ് ദോശ എത്തിയുടെ അവിടെ കിടപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നേ. എത്ര ആവശ്യമുണ്ടെന്ന് നോക്കട്ടെ.
അളവും കൂടി പറഞ്ഞുതരാം കേട്ടോ ഞാൻ എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ 1 മീറ്റർ വാങ്ങിക്കുവാണെങ്കിൽ 1 മീറ്ററിൽ എത്ര ഹെയർ ബോ ചെയ്യാൻ പറ്റും എന്നറിയാലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി. അപ്പോൾ ബോ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടും കാണാത്ത രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തെടുത്താൽ മതിയേ. മറ്റേ ബോ ഇല്ലേ, നമ്മൾ ഈ ബോ അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബോ ടൈപ്പ് ഉണ്ടല്ലോ, ചിത്രശലഭത്തിനെ പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്താൽ രസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വെൽവെറ്റിൻ്റെ തുണിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. ട്രൈ ചെയ്യാതോ. നേരത്തെ ചെയ്ത പോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, പശ കൈകൊട്ടി. ഇനി നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എൻഡ് ടേപ്പ് അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇത് അകത്തോട്ട് മടക്കി ഒട്ടിച്ചാലും മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. താങ്ക് യു. രസമല്ലേ? ഓക്കെ, ഫിനിഷ് ആയില്ലേ? ഇതേപോലെ നമുക്ക് അപ്പുറ സൈഡും ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ഗ്ലൂ മൊത്തത്തിൽ ഇങ്ങനെ കട്ട പിടിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ എടുത്തിട്ട് അടച്ചു വയ്ക്കാനങ്ങ് മറക്കും. നമ്മളെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ സംഭവം അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ യൂസ് ചെയ്യാനുണ്ടാവും ഒരു വലിയ പശ മേടിച്ചാൽ. അടുത്തതും കൂടി എൻ്റെ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടാമത്തേത് നമുക്കിതുപോലെ എൻ്റെ ടൈപ്പ് ഒട്ടിക്കാം. ഇങ്ങോട്ടേക്ക് കണ്ടോ? ബോ ഫിനിഷ് ആയില്ലേ? ഇത്ര പെട്ടെന്ന് എന്ത് രസമായിട്ട് ഉണ്ടാക്കിയെടുത്തു നോക്കി. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഗ്ലേസിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു, ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വർക്ക് ഇവിടെ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വർക്കും കൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണിച്ചു തരാവേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു സംഭവം വാങ്ങിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഹെയർ ബോയിലോട്ട് വെക്കുക എന്നുള്ളത്? ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബോയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബോയിൽ നിന്ന് അന്നമ്മ ബോ ഇളക്കി, അതായത് ബോ ഇളക്കിയിട്ട് ഈ ഫ്ലവർ ഒക്കെ വേണമെന്ന് പറഞ്ഞെടുത്താണ്. നല്ല രസമല്ലേ ഫ്ലവർ? ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 190 രൂപയുടേത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോ വെച്ചിട്ടുള്ളൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 185 രൂപയുടേത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഫ്ലവർ. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബണ്ണില്ലേ, ബണ്ണ് ഇതിൻ്റെ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബണ്ണായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഹെയർ ബോയിൽ യൂസ് ചെയ്യാം. നല്ല രസമല്ലേ? ഇതും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. കാണുമ്പോൾ കുറച്ച് ഹെവി വർക്കായിട്ട് തോന്നിയാലും ഭയങ്കര സിമ്പിളായിട്ട് ഒറ്റ റിബൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിബൺ വെച്ചിട്ടും ഈ ഒരു സെയിം വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എത്ര നമ്മൾ യൂസ് ചെയ്തു എന്ന് അറിയണ്ടേ? ഒരു എത്രയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞുതരാവേ. അതായത് നമ്മൾ ഒരു 16 ഇഞ്ചോളം ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി, ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 16 ഇഞ്ച്. അപ്പം നമുക്ക് ഒരു 2-3 ബോയൊക്കെ 1 മീറ്ററിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. നോക്കട്ടെ കേട്ടോ. അതായത് ഒരു 40 സെൻറ്റിമീറ്റർ, ഒരു ബോയ്ക്ക് 40 സെൻറ്റിമീറ്ററൊക്കെ നമ്മൾ എടുത്താൽ നമുക്ക് എത്ര ബോ ഉണ്ടാക്കാൻ പറ്റും? 2 ബോ ഉണ്ടാക്കാം കേട്ടോ. 2 ബോ ഉണ്ടാക്കാം. കുറച്ച് ഭാഗം ബാക്കിയും വരും. സെയിം ഈ ഒരു സംഭവം 2 ബോ ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കി വരും. അതായത് ബാക്കി വരുന്ന വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ്, അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ മീറ്റർ വരുന്നത് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് 2 ബോ പിന്നെ കുറച്ച് ബാലൻസ് വരും. ഒരു 1.25 മീറ്ററൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് 3 ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. മീറ്റർ 10 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളൊരു കാര്യം. ഒരു ബോ നമുക്ക് 35 രൂപയ്ക്കൊക്കെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. 35 രൂപയെന്ന് ഞാൻ പറഞ്ഞത് ഇതുപോലെ സെയിൽ ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഫ്ലവറോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യ്. ഒട്ടും പേർക്ക് അറിഞ്ഞൂടാ ചെയ്താൽ ശരിയാവോ എന്നുള്ള യാതൊരുവിധ ഡൗട്ടും ഈ ഒരു ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും കൂടി കാണിച്ചു തരാം. റെഡ്, പീച്ച് കളർ, പിന്നെ ദേ ഈ ഒരു ബ്ലൂ, ദെൻ ഈ ഒരു ആൻറ്റി കളറ്, പിന്നെ ദേ ഒരു ഗോൾഡ് കളർ, ഗോൾഡൻ ഒരു യെല്ലോഷ് ഗോൾഡ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡ്രസ്സിലത്തേക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് ഷോളിൻ്റെ എൻഡിൽ ഇത് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. കുഞ്ഞു മക്കളുടെ ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.